ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണ് ഡയമെൻഷനിങ് എന്നുള്ളത്. ഈ ഡയമെൻഷനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെല്ലാം രീതിയിൽ അതിന് അറേഞ്ച്മെൻറ്റ് വരുത്താം, അല്ലെങ്കിൽ ഏതെല്ലാം മെത്തേഡിൽ നമുക്ക് ഡയമെൻഷനിങ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ജസ്റ്റ് ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ചെയിൻ ഡയമെൻഷനിങ്, പാരലൽ ഡയമെൻഷനിങ്, കമ്പൈൻഡ് ഡയമെൻഷനിങ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത്. ഇനി കോർഡിനേറ്റ് ഡയമെൻഷനിങ് അടക്കമുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന 3 കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവയ്ക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീച്ചർ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതെങ്ങനെയാണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഫസ്റ്റ് കേസ് ചെയിൻ ഡയമെൻഷനിങ് ആണ്. ഈ ചെയിൻ ഡയമെൻഷനിങ് വരുന്ന സമയത്ത് നമുക്ക് നോക്കുന്ന സമയത്തെ മനസ്സിലാവുന്നുണ്ട്, ഫിഗർ നോക്കുന്ന സമയത്ത് നമ്മളുടെ റിയൽ ഫിഗർ മുകളിൽ തന്നിട്ടുണ്ട്, അതിൽ ഡയമെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ 5, ദെൻ 20, ദെൻ നെക്സ്റ്റ് 5, 25, 50, 15, 10 എന്നുള്ള വാല്യൂസൊക്കെ നമുക്ക് ഡയമെൻഷനിങ് വാല്യൂസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെയിൻ ഡയമെൻഷനിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? അത് ചെയിൻ കോർത്ത പോലെ അല്ലേ, ചെയിനായി തന്നെയാണ് ആ ഡയമെൻഷനിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നിന് കണ്ടിന്യൂസ് ആയിക്കൊണ്ട് അടുത്തത്, അതിന് കണ്ടിന്യൂസ് ആയിക്കൊണ്ട് അടുത്തത്. അപ്പോൾ ഇതിനൊരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ അതിനെ ഒരു ചെയിനാക്കി വെച്ചുകൊണ്ടാണ് ഡയമെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടും തന്നെ നമ്മളതിനെ ഓർത്ത് വെക്കാനും എളുപ്പമാണ്. ചെയിൻ ഡയമെൻഷനിങ് നമ്മൾ കൂടുതൽ ഫിഗേഴ്സിൽ നമ്മൾ ചെയ്യാറുള്ളത് എന്തുതന്നെയാണ്? ചെയിൻ ഡയമെൻഷനിങ് ആണ്, സിമ്പിളായിട്ടുള്ള ഫിഗേഴ്സിൽ. ഇനി രണ്ടാമത്തൊരു ഡയമെൻഷനിങ് ഏതാണ്? പാരലൽ ഡയമെൻഷനിങ്. പാരലൽ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻ ലൈൻസ് തമ്മിൽ എന്താണ്? പാരലൽ ആക്കിക്കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ചെയിൻ ആണോ? അല്ല. അപ്പോൾ ചെയിൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് ചെയിൻ ഡയമെൻഷനിങ് ആണ്. ഇനി അതല്ല, പാരലൽ ഡയമെൻഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ ഡയമെൻഷൻ വാല്യൂ എഴുതിയിട്ടുള്ള ഈ വാല്യൂസ്, ആ ഒരു ലൈൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. പ്രൊജക്ഷൻ ലൈൻ വരുന്നുണ്ട്, ഡയമെൻഷൻ ലൈൻ വരുന്നുണ്ട്, ഡയമെൻഷൻ വാല്യൂസ് വരുന്നുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഡയമെൻഷൻ ലൈൻസ് തമ്മിൽ ഇപ്പോൾ നമ്മളെ പാരലൽ ഡയമെൻഷനിങ്ങിൽ വരുന്ന താഴത്തുള്ള ഡയമെൻഷൻ വാല്യൂസ് എടുത്താൽ 25, 40, 50 എന്നുള്ള വാല്യൂസ് ഒക്കെ എടുത്താൽ ഇത് ഓരോന്നും അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു ലൈൻസ് എന്താണ്? ഡയമെൻഷൻ ലൈൻസ് ആണ്. അപ്പോൾ ഈ ഡയമെൻഷൻ ലൈൻസ് പരസ്പരം പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അത്തരം ഡയമെൻഷനിങ്ങിന് നമ്മൾ പറയുന്ന പേര് പാരലൽ ഡയമെൻഷനിങ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ നമുക്ക് പാർട്ട് ബിയിലൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡയമെൻഷനിങ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഡയമെൻഷനിങ് ഏതാണ്? കമ്പൈൻഡ് ഡയമെൻഷനിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് ചില വാല്യൂസ് ചെയിനായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക, എന്നാൽ ചില വാല്യൂസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം താഴോട്ട് വരുന്നതനുസരിച്ച് പാരലലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 1 by 1 ആയിട്ട് ചിലത് ചെയിനായിട്ടും ചിലത് പാരലലായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ അത്തരം മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പൈൻഡ് വാല്യൂ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെയിനായിട്ടും പാരലലായിട്ടും വാല്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഡയമെൻഷനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്പൈൻഡ് ആണ്, ചെയിൻ ആൻഡ് പാരലലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്തരത്തിൽ അപ്പോൾ ഡയമെൻഷനിങ് ചെയിൻ ആണോ പാരലലാണോ കമ്പൈൻഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അതിനെ ആ ഒരു ഡയമെൻഷനിങ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പൈൻഡ് മോഡായിരിക്കും. കാര്യം എന്താ? എല്ലായിടത്തും നമുക്ക് പാരലലായിട്ടോ അല്ലെങ്കിൽ ചെയിനായിട്ടോ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടും തന്നെ നമ്മൾ ചെയിനായിട്ടും ചില ഏരിയയിൽ ചെയ്യും, ചില ഏരിയയിൽ പാരലലാക്കിയിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ അതിന് ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ന മെത്തേഡാണ് എന്നുള്ളത് പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഡയമെൻഷനിങ് മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക.